എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സേമിയ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി കഴിയുന്ന സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ നെയ്യ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. ഞാൻ ഓൾറെഡി ഇവിടെ എടുത്തിരിക്കുന്നത് വറുത്ത സേമിയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ 2 മിനിറ്റ് മാത്രമേ ഞാനൊന്ന് വറുത്തെടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് സേമിയയുടെ കളർ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ഇനി പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ചാൽ മതി. ഇപ്പം ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത്രയും സമയം കൊണ്ട് ഒരു പകുതിയിലധികം നമ്മുടെ സേമിയ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ സേമിയ കുറച്ചുകൂടി ഒന്ന് വേകാനായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സേമിയ എല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതൊന്നുകൂടി തിളയ്ക്കണം. അപ്പം നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പിഞ്ച് അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.